So in the previous video, we have discussed the sterilization method which we are using in the media preparation. Then after sterilization, we are distributing into different types of media. In the case of tube medias, we are dispensing those culture media before sterilization. In the case of broth and agar deeps. And while we are preparing agar slant tubes, we are first of all dispensing the media within the tubes. Then we are sterilizing. After sterilization, we are keeping these tube medias in a tilted position to keep solidify them into the slanted fashion. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. Then next we can discuss how the plate medias can be prepared. In the case of plate media preparation, ഇനി നമ്മൾ പ്ലേറ്റ്സിൽ അതായത് പെട്രി ഡിഷസിലേക്ക് നമുക്ക് മീഡിയ പോർ ചെയ്യുന്നതിന് മുമ്പായിട്ട് വി ആർ സ്റ്റെറിലൈസിങ് ദോസ് കൾച്ചർ മീഡിയ ഇൻ ദിസ് കോണിക്കൽ ഫ്ലാസ്ക്. അതായത് ഇത്തരം കോണിക്കൽ ഫ്ലാസ്കിലായിരിക്കും നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യേണ്ടത്. ആഫ്റ്റർ മിക്സിംഗ് ദ ഇൻഗ്രീഡിയൻസ് ഓഫ് ദ മീഡിയ വി ആർ ബോയിലിംഗ്. ദെൻ ആഫ്റ്റർ ബോയിലിംഗ് വി ആർ പ്ലേസിംഗ് ദോസ് മീഡിയാസ് ഇൻ ദ sterilization for the in the autoclave for the sterilization. ഈ പിക്ചറിൽ കാണുന്നത് മിക്സറാണ്. ശരിക്കും ഓരോ ട്യൂബ് കോണിക്കൽ ഫ്ലാസ്ക് ഓരോ മിക്സറിൻ്റെ അകത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ മെഷീൻ ഓൺ ചെയ്താൽ ഇതിങ്ങനെ എന്താ പറയുക മിക്സ് ചെയ്യും, അത് ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം മീഡിയ കംപ്ലീറ്റ് ഡിസോൾവ് ആവും. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഷെയ്ക്കറിൽ വെച്ചിട്ടുള്ളത്. ഇതിന് ശേഷമാണ് സ്റ്റെറിലൈസ് ചെയ്യാൻ വെക്കുന്നത്. സോ നോട്ട് ഓൾ മീഡിയ ഓർ സൊല്യൂഷൻസ് ക്യാൻ ബി സ്റ്റെറിലൈസ്ഡ് ഇൻ എൻ ഓട്ടോക്ലേവ്. അപ്പോൾ നമ്മൾ എല്ലാ മീഡിയയും ഇങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യണം നിർബന്ധമല്ല. ബിക്കോസ് ദർ ആർ സർട്ടൻ ഹൈ പ്രോട്ടീൻ സൊല്യൂഷൻസ് സച്ച് ആസ് യൂറിയ, വാക്സിൻസ് ആൻഡ് സീറം വിൽ ഡീനേച്ചർ ഇൻ ദ എക്സ്ട്രീം ഹീറ്റ്. സോ ദേ ഹാവ് ടു ബി സ്റ്റെറിലൈസ്ഡ് വിതൗട്ട് ഹീറ്റിംഗ്. അപ്പോൾ ഈ വാക്സിൻസ് അതേപോലെ സിറം, യൂറിയ ഇതെല്ലാം എക്സ്ട്രീം ഹീറ്റിൽ ഡീനേച്ചർഡ് ആയി പോകും, കാരണം പ്രോട്ടീൻ സൊല്യൂഷൻ ആയതുകൊണ്ട്. അപ്പം അത്തരം മീഡിയാസ് നമ്മൾ ഒന്നുകിൽ ഫിൽട്ടർ സ്റ്റെറിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ വാക്സിൻ ബാത്ത് ഉണ്ടല്ലോ, അങ്ങനത്തെ നമ്മൾ പഠിച്ചല്ലോ, അതിൽ വെച്ചായിരിക്കും സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലേറ്റ് മീഡിയാസ് നേരിട്ട് അത് എങ്ങനെയെന്ന് വെച്ചാൽ ഇത്തരം ട്യൂബ്സിലാണ് അത് ഓട്ടോക്ലേവ് ചെയ്യാൻ വെക്കുന്നത് ഫോർ സ്റ്റെറിലൈസേഷൻ. അതിനുശേഷമാണ് ആഫ്റ്റർ സ്റ്റെറിലൈസേഷൻ വി ആർ ദെൻ പോറിങ് ദോസ് മീഡിയ ഇൻ ടു ദ പെട്രി ഡിഷസ്. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ജനറൽ പ്രൊസീജിയർ ഇൻ മേക്കിംഗ് എ മീഡിയ. സോ ബിഗിൻ മേക്കിംഗ് ദ മീഡിയ. ഇറ്റ് ക്യാൻ ബി ഐദർ സോളിഡ് മീഡിയ ഓർ ബ്രോത്ത് by pouring 250 ml of distilled water in a 500 ml or 1 liter flask. അപ്പോൾ ഇത് ഒന്നുകിൽ നമ്മൾ ഇത്തരം കോണിക്കൽ ഫ്ലാസ്കിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ ബ്രോത്ത് അല്ലെങ്കിൽ പൗഡേർഡ് സോളിഡ് മീഡിയ ആണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ടേക്കിംഗ് 250 ml of distilled water. Then put in the stir bar and turn on the stir plate so that surface is just disturbed. അപ്പോൾ നമ്മൾ ഇത് സ്റ്റിർ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു സർഫസിൽ വെക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ദെൻ ആഡ് റിക്വയർഡ് എമൗണ്ട് ഓഫ് മീഡിയം ഇൻ ഗ്രാംസ് ടു ദ ഫ്ലാസ്ക് ആൻഡ് അലൗ ഇറ്റ് ടു ഡിസോൾവ്. ആൻഡ് ദിസ് മേ ഹാപ്പൻ ക്വിക്ക്ലി. അറ്റ് ദിസ് ടൈം നോ ഹീറ്റ് നീഡ് ടു ബി അപ്ലൈഡ് അറ്റ് ദിസ് സ്റ്റേജ്. Once the powder is dissolved, then pipette out 5 ml from the medium. With the remaining solution, still stirring, add 2 grams of agar powder. അപ്പോൾ ഈ മിക്സി സ്റ്റിറർ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ചില ഷെയ്ക്കറിൻ്റെ മുകളിൽ ഒരു മെഷീൻ പോലത്തെ ഒരു സംഭവമാണ്, അതിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് ഷെയ്ക്ക് ചെയ്യാം, അല്ലെങ്കിൽ വി ക്യാൻ യൂസ് എ സ്റ്റിറർ ടു മിക്സ് ദ മീഡിയം. Then we are adding 2 grams of agar powder. The next step will require you to apply heat. അപ്പോൾ agar powder ആഡ് ചെയ്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഹീറ്റ് കൊടുക്കുന്നത്. Before you do this, however, you should be aware that
agar has a strong tendency to boil over when it reaches 100 degrees Celsius. So someone in your group should be watching the flask at all times once you see steam coming over it. അപ്പോൾ ബോയിൽ ആയി പോകാൻ പാടില്ല. അറ്റ് ഫസ്റ്റ് സൈൻ ദാറ്റ് ദ മിക്സ് ഈസ് നിയർ ബോയിലിംഗ്. അപ്പോൾ ഏകദേശം ബോയിലിങ്ങിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും റിമൂവ് ഇറ്റ് ഫ്രം ദ ഹോട്ട് പ്ലേറ്റ് യൂസിങ് എ പേപ്പർ ടവൽ അറൌണ്ട് ദ ഫ്ലാസ്ക് നെക്ക്, അല്ലെങ്കിൽ കൈ പൊള്ളിപ്പോവും. ഡു നോട്ട് സിംപ്ലി ടേൺ ഓഫ് ദ ഹീറ്റ്, ലെറ്റിംഗ് ദ ഫ്ലാസ്ക് സിറ്റ് ദർ. അപ്പം ജസ്റ്റ് ഓഫ് ചെയ്യരുത്, അതുമ്മ അവിടെ തന്നെ വെച്ചിട്ട് വേണം. ലെറ്റിംഗ് ദ ഫ്ലാസ്ക് സിറ്റ് ദർ, ദ മെറ്റൽ പ്ലേറ്റ് റിറ്റെയിൻ എ സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ഓഫ് ഹീറ്റ് ആൻഡ് ടേണിംഗ് ഓഫ് ദ ഹീറ്റ് വിൽ നോട്ട് പ്രിവെൻറ്റ് ദ flask from boiling over. Then folded paper towel allow you to grasp the flask neck tight yet not burn your hands. അപ്പോൾ ഇത് ഏകദേശം ബോയിലിംഗ് ആകുമ്പോൾ നമ്മൾ പേപ്പർ ടവൽ യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് റിമൂവ് ചെയ്യണം. അപ്പോഴും നമ്മൾ ജസ്റ്റ് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്നിട്ട് അത് കുറച്ച് കഴിയുമ്പോൾ അവിടെ തന്നെ മെറ്റൽ പ്ലേറ്റിൻ്റെ മുകളിൽ തന്നെ വെക്കണം. ഇഫ് ദോ വി ആർ സ്വിച്ച്ഡ് ഓഫ് ദ ഹീറ്റ് upon boiling. അപ്പോൾ ഏകദേശം ബോയിലിങ്ങിനോട് അടുക്കുമ്പോൾ ദ അഗർ ഡിസോൾവ്സ്, അഗർ നമ്മൾ ആഡ് ചെയ്ത അഗർ ഡിസോൾവ് ആവും. ആൻഡ് നൗ ഇറ്റ് വിൽ ടേൺ ക്ലിയർ ആൻഡ് ഡീപ്പർ ടാൻ കളർ. ദെൻ ആഫ്റ്റർ ഇറ്റ് വി ക്യാൻ റിമൂവ് ഇറ്റ് ഫ്രം ദ ഹീറ്റ്. ഇഫ് ദ അഗർ സോളിഡിഫൈസ് ഇൻ ദ ടിപ്പ് ഓഫ് ദ പിപ്പറ്റ്, ഡിസ്പോസ് ഓഫ് ദ പിപ്പറ്റ് ഇൻ ദ പിപ്പറ്റ് ജാർ ആൻഡ് ഗെറ്റ് അനദർ വൺ. അപ്പോൾ നമ്മൾ ഇത് ഓൾറെഡി അഗറെല്ലാം ഡിസോൾവ് ആയി. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ട്യൂബ് മീഡിയാസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ യൂസിങ് പിപ്പറ്റ്സ് വി ക്യാൻ ഡിസ്പെൻസ് ദം ഇൻ ടു ട്യൂബ്സ്. അപ്പോൾ ഈ അഗർ പെട്ടെന്ന് സോളിഡിഫൈ ചെയ്തു പോകും. അപ്പോൾ അതുകൊണ്ട് ഈവൻ ദോ വെൻ ഇറ്റ് ഈസ് സോളിഡിഫൈങ്, ഇഫ് ദ അഗർ സോളിഡിഫൈസ് ഇൻ ദ ടിപ്പ് ഓഫ് ദ പിപ്പറ്റ്, ഡിസ്പോസ് ഓഫ് ദ പിപ്പറ്റ് ഇൻ ദ പിപ്പറ്റ് ജാർ ആൻഡ് ഗെറ്റ് അനദർ വൺ. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ ഐദർ പിപ്പറ്റ് ഔട്ട് ഓൾ ദ ട്യൂബ്സ് അറ്റ് ദ സെയിം ടൈം. ഒന്നുകിൽ പെട്ടെന്ന് തന്നെ പിപ്പറ്റ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ ലീവ് ദ പിപ്പറ്റ് ഇൻ ദ ഫ്ലാസ്ക് ഓഫ് മെൽറ്റഡ് അഗർ. അപ്പോൾ ഒന്നുകിൽ പെട്ടെന്ന് തന്നെ പിപ്പറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ പിപ്പറ്റിനെ നമ്മൾ ഒരു മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അഗറിൽ വെക്കുക. അപ്പോൾ ആ പിപ്പറ്റിൻ്റെ മുകളിലുള്ള അഗറും മെൽറ്റായി പോകും. ദെൻ വെൻ ദ മീഡിയ ബോയിൽസ് ഇറ്റ് ഈസ് റെഡി ഫോർ സ്റ്റെറിലൈസേഷൻ. അപ്പോൾ ഓൾറെഡി മീഡിയ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും മീഡിയ എല്ലാം ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് കിട്ടും. നൗ വി ആർ കീപ്പിംഗ് ഇറ്റ് ഫോർ സ്റ്റെറിലൈസേഷൻ. ഇങ്ങനെ ആയിട്ടാണ് നമ്മൾ സ്റ്റെറിലൈസേഷന് വെക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത്, റിമെമ്പർ ടു കവർ ദ ടോപ്പ് ഓഫ് ദ ഫ്ലാസ്ക് ഓർ ജാർ വിത്ത് അലുമിനിയം ഫോയിൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കോട്ടൺ വെച്ചിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്, കോട്ടൺ പ്ലഗ് പോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുകളിലാണ് വി ആർ പ്ലേസിങ് അലുമിനിയം ഫോയിൽ ടു പ്രിവെൻറ്റ് ദ കണ്ടാമിനേഷൻ വെൻ ആസ് ദ മീഡിയ ഗെറ്റ്സ് കൂൾഡ്. ദെൻ ലൈൻ യുവർ, അതിനുശേഷം വി ആർ കീപ്പിംഗ് ഇറ്റ് ഫോർ ഓട്ടോക്ലേവിങ്. ഓട്ടോക്ലേവിന് ശേഷം now we are taking sterile petri dishes along the edge of the table. നമുക്ക് വേണ്ട പെട്രി ഡിഷ് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കും. എന്നിട്ട് അതിലോട്ടാണ് നമ്മൾ മീഡിയ പോർ ചെയ്യുന്നത്. ഇതാണ് സ്റ്റെറൈൽ പെട്രി ഡിഷസ്. ഓക്കെ, അപ്പം നമുക്ക് പാക്കറ്റ് ആയിട്ട് അവൈലബിൾ ആണ്. അപ്പം ജസ്റ്റ് പാക്ക് പൊട്ടിക്കുക, ഓൾറെഡി സ്റ്റെറിലൈസ്ഡ് ഐറ്റവും വരിക. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി സ്റ്റെറിലൈസ്ഡ് ഐറ്റവും കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മൾ എഡ്ജിൽ എല്ലാം പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്തതിന് ശേഷം ഇതിലേക്കാണ് നമ്മൾ ആഫ്റ്റർ സ്റ്റെറിലൈസേഷൻ ഈ ട്യൂബ് മീഡിയ തന്നെയാണ് നമ്മൾ ഓരോ പെട്രി ഡിഷിൽക്കും ഒഴിക്കുന്നത്. pour 15 to 20 ml of media into each petri plate. Then the petri plate lid should be opened slightly. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യരുത്. ഒരു 15 to 20 ml മീഡിയ ഒഴിച്ചതിന് ശേഷം വി ആർ കീപ്പിംഗ് ഇറ്റ് സ്ലൈറ്റ്ലി ഓപ്പൺഡ്, ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ബി കംപ്ലീറ്റ്ലി ഓപ്പൺ. കാരണം this may increase the chance of contamination. That's why. അപ്പോൾ ഇതാണ് കൾച്ചർ മീഡിയ പ്രിപ്പറേഷൻ്റെ ചുരുക്കിയ രൂപം. ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഡിസോൾവിങ് ഇൻഗ്രീഡിയൻസ് ഇൻ ഡിസ്റ്റിൽ വാട്ടർ, then measuring and adjusting the pH and add if agar required. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് പി എച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. പി എച്ച് ചെക്ക് ചെയ്ത് അത് അഡ്ജസ്റ്റ് ചെയ്യും. എന്നിട്ട് അതിന് ശേഷമാണ് അഗർ ആഡ് ചെയ്യുന്നത് ഇഫ് റിക്വയർഡ്. സോളിഡ് മീഡിയ ആണ് പ്രിപ്പയർ എങ്കിൽ അഗർ ആഡ് ചെയ്യും. പിന്നെ ലിക്വിഡ് മീഡിയ ആണെങ്കിൽ നമ്മൾ ഡിസ്പെൻസ് ചെയ്യും ഇൻ ടു ദ മീഡിയം
into the medium into tubes or flasks. Okay. Then we are sterilizing using autoclave. Okay, അപ്പോൾ ഈ സ്റ്റെപ്സ് എഴുതാം. dissolve the desired ingredients or the complete dehydrated medium into an appropriate volume of distilled water. Then check the pH of the medium and determine the pH of the medium using pH meter and adjust if it is necessary. അതായത് ഓൾറെഡി കറക്റ്റ് പി എച്ച് തന്നെയാവും കിട്ടുക. ഇനി അഥവാ എന്തെങ്കിലും ചെറിയൊരു വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. Then we are adding agar to the medium and boiling it to dissolve the agar. In the case of solid medium is required. Then we are dispensing the medium into tubes or flasks. After that, we are sterilizing them using an autoclave. For some heat labile media or specific ingredients are sterilized using filtration. ഇത്രയാണ് media preparation. ചുരുക്കി പറഞ്ഞാൽ ഇത്രയാണ് വരുന്നത്. Then last point, aseptic techniques before inoculation with desired organism. അപ്പോൾ നമ്മൾ കൾച്ചർ മീഡിയ എല്ലാം പ്രിപ്പയർ ചെയ്തു. When before inoculation with desired microorganism, this culture media and all materials coming into contact, it must be sterile. During any subsequent handling of bacterial cultures, unwanted or contaminant organisms must be excluded. അതായത് ഈ കണ്ടാമിനന്റ് ഓർഗാനിസംസിനായിട്ടുള്ള എക്സ്പോഷർ നമ്മൾ ഒഴിവാക്കണം. ഇറ്റ് ഷുഡ് ബി എക്സ്ക്ലൂഡഡ് യൂസിങ് aseptic techniques. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. സ്റ്റെറിലൈസേഷൻ ഇംപ്ലൈസ് ദ കംപ്ലീറ്റ് destruction of all microorganisms including spores, and this is accomplished by the use of heat or either heat in the form of autoclave അല്ലെങ്കിൽ hot air oven, then using chemicals, using radiation method or filtration. So that's all about preparation of culture media. Okay, thank you all.